സർ, ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിതീവ്രമായി നടക്കുകയാണ്. പക്ഷേ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മണ്ഡലമായ ഭവാനിപ്പൂരിൽ നിന്ന് മാറാനേ സാധിക്കുന്നില്ല. ഭവാനിപ്പൂരിൽ ഒരു കടുത്ത മത്സരം തന്നെ നടക്കുന്നുണ്ട്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ മമതയിൽ നിന്നും അല്ലെങ്കിൽ അധികാരം തിരിച്ചുപിടിക്കാനുള്ള എല്ലാ നേതൃത്വവും അവിടെ ശക്തമാണ് എന്ന് വേണം കരുതാൻ. ഒപ്പം മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വനിതാ സംവരണ ബില്ല്. അതുവഴി ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് ഇപ്പോൾ കഴിയുമായിരുന്നത് ബംഗാൾ തെരഞ്ഞെടുപ്പ് വഴിയായിരുന്നു. പക്ഷേ കോൺഗ്രസിന് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ പോയി എന്നൊരു വിമർശനം ഉയരുന്നുണ്ട്. ഈ രീതിയിലൊക്കെ ബംഗാൾ രാഷ്ട്രീയ ചർച്ചകളിൽ നിറയുകയാണ്. ഇന്ത്യ ഒന്നടങ്കം ബംഗാളിലേക്കാണ് കണ്ണും കാതും നൽകിയിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? അത് ശരിയാണ് നീതു. നമ്മള് ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, തീ പാറുന്ന മത്സരം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ചിലതിനെ സംബന്ധിച്ചത് അതിശയോക്തിപരമാണ്. വലിയ മത്സരമൊന്നുമില്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ തീ പറക്കുന്നുണ്ട്, തീ പാറും എന്നൊക്കെ പറഞ്ഞു കളി. പക്ഷെ ഇതിപ്പോ പശ്ചിമ ബംഗാളിലെ ഭവാനിപ്പൂർ മണ്ഡലം, അവിടെയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് അവിടെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയാണ് എതിർ സ്ഥാനാർത്ഥി. അതായത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടെ വീണ്ടും ഏറ്റുമുട്ടുകയാണ്. അതിശക്തമായി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീ പാറുന്നത് തന്നെയാണ് കേട്ടോ. നമ്മൾ അതിനകത്ത് എന്ത് വ്യാഖ്യാനിച്ചെടുത്തു കഴിഞ്ഞാലും അതിശക്തമായ മത്സരമാണ് ആ മണ്ഡലത്തിൽ നടക്കുന്നത്. ഭവാനിപ്പൂർ അവരുടെ മണ്ഡലമാണ്. കൽക്കട്ടയുടെ മധ്യഭാഗത്ത് കിടക്കുന്ന ഭവാനിപ്പൂര്, കാളിഘട്ട് ക്ഷേത്രത്തിനടുത്ത് കിടക്കുന്ന ആ മണ്ഡലം, അത് ശരിക്കും അവരുടെ മണ്ഡലം തന്നെയാണ്. മമതാ ബാനർജിയാണ്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അവര് വെറുതെ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. അവര് നന്ദിഗ്രാമിലേക്ക് മാറി മത്സരിച്ചപ്പോഴത്തെ എന്ത് സംഭവിച്ചു? സുവേന്ദു അധികാരി അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അവരുടെ കൂടെ തന്നെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തിച്ച ആളാണ്. അപ്പൊ അദ്ദേഹത്തിനെല്ലാം അറിയാമായിരുന്നു അതിന്റെ പ്രോസ് കോൺസ് എല്ലാത്തിനെ കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുള്ള ആളാണ് അദ്ദേഹം മന്ത്രിയുമായിരുന്നല്ലോ, അവരുടെ മന്ത്രിസഭയിൽ മന്ത്രിയും ഒക്കെ ആയിരുന്ന ആളാണ്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള സുവേന്ദു അധികാരി ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്നു. ഇപ്പൊ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഒരു പക്ഷെങ്കിൽ അവരെടുത്താണ് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ BJP-ക്ക് പശ്ചിമ ബംഗാൾ കിട്ടിയ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് സുവേന്ദു അധികാരിയാണ്. ഇപ്പോൾ അവിടെ സംസ്ഥാന പ്രസിഡന്റും കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് പാരമ്പര്യമുണ്ട്, കുടുംബപരമായിട്ട്. അദ്ദേഹത്തിന്റെ അച്ഛനും ഒക്കെ വളരെ പൊതുരംഗത്ത് വളരെ പ്രവർത്തിച്ച വളരെ പാരമ്പര്യമുള്ള ആളുകളുമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സുവേന്ദു അധികാരിയാണ് ഇപ്പൊ പ്രതിപക്ഷ നേതാവ്. സുവേന്ദു അധികാരി എന്ത് ചെയ്യുന്നു? ഇപ്രാവശ്യം നന്ദിഗ്രാമിൽ നിന്ന് മമത വീണ്ടും മാറുകയാണ്. അവര് വീണ്ടും അവിടെ പഴയ തട്ടകമായ ഭവാനിപ്പൂരിലേക്ക് പോയി. അവര് കാളിദേവിയാണ് എന്റെ സർവ്വശക്തിയും നാരീശക്തിയുടെ പ്രതീകമാണെന്ന് പറഞ്ഞിട്ടാണ് അവരെ കാളിഘട്ട് ക്ഷേത്രത്തിലൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിശ്വാസം കൂടെ ആണല്ലോ. അപ്പൊ അവര് വീണ്ടും അങ്ങോട്ട് തന്നെ മാറി, ഭവാനിപ്പൂരിലേക്ക് മാറി. നല്ല മാർജിനിലാണ് അവര് പണ്ട് അവിടുന്ന് ജയിച്ചത്. പക്ഷെ പ്രതിപക്ഷ നേതാവ് വിടുന്നില്ല, സുവേന്ദു അധികാരി അവരെ വിടുന്നില്ല. അവരുടെ പുറകിന് തന്നെ ചെല്ലുകയാണ്. നിങ്ങൾ എവിടെ പോയാലും അല്ലെ, വേറെ യു ഗോ ഐ ആം ദേർ എന്നൊക്കെ പറഞ്ഞ് പണ്ടൊരു സിനിമയ്ക്കകത്ത് പരസ്യം പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ചെരുപ്പിന്റെ ഒരു പരസ്യം ഉണ്ടാകുമല്ലോ മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്കകത്ത്, നിങ്ങൾ എവിടെ പോയാലും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹവും ഭവാനിപ്പൂരിലേക്ക് ചെല്ലുകയാണ്. ഭവാനിപ്പൂരിൽ ചെന്ന് മമതയെ അവിടെ നേരിടാൻ പോവുകയാണ്. വലിയ മത്സരമാണ്. അതിശക്തമായ മത്സരത്തിനുള്ള എല്ലാ കളങ്ങളും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. അത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പേരാവൂർ അസംബ്ലി മണ്ഡലം, കണ്ണൂർ ജില്ലയിലെ പേരാവൂർ അസംബ്ലി മണ്ഡലം KPCC അധ്യക്ഷൻ മത്സരിച്ച ആ സീറ്റ്, അവിടെ അദ്ദേഹമാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ മാർജിനിലൊക്കെ ആണെങ്കിലും അദ്ദേഹമാണ് ജയിച്ചുകൊണ്ടിരുന്നത്. അവിടെ കുടിയേറ്റ മേഖലയും കൂടെ ആയിരുന്നല്ലോ. അവിടത്തേക്കാണ് ശ്രീമതി ടീച്ചർ, ശൈലജ പഴയ ആരോഗ്യമന്ത്രിയും CPM-ന്റെ ഒരു രണ്ടാം നിരക്കാരി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വനിതയ്ക്കാണ് സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ഒരു പക്ഷെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്കൊക്കെ വരാവുന്ന ശൈലജ ടീച്ചർ ഇവിടെ ആ രംഗത്ത് വന്നതോടുകൂടി, കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചർക്ക് വേണമെങ്കിൽ സുരക്ഷിതമായ മണ്ഡലം കൊടുക്കാമായിരുന്നു. പക്ഷേ അവിടെ വലിയ CPM-ന് വലിയ ശക്തി മത്സരം നേരിടുന്ന പേരാവൂർ തന്നെ ആയിക്കോട്ടെ, അവിടുത്തെ സ്ഥാനാർത്ഥി KPCC അധ്യക്ഷനുമാണ്. KPCC അധ്യക്ഷനെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു വിജയം ഓർക്കില്ലല്ലോ. അപ്പൊ അതിന് പറ്റിയ സ്ഥാനാർത്ഥിയായിട്ടാണ് ശൈലജ ടീച്ചറെ ഇട്ടുകൊടുത്തത്. അവസാനം പേരാവൂരിൽ എന്തായി സ്ഥിതി? KPCC അധ്യക്ഷനെ മറ്റൊരു മണ്ഡലത്തിന് പോകാൻ വയ്യാത്ത രീതിയിലേക്ക്, പ്രചരണത്തിന് പോകാൻ വയ്യാത്ത രീതിയിലേക്ക് അദ്ദേഹം അവിടെ തളയ്ക്കപ്പെട്ടു അല്ലേ? നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അദ്ദേഹത്തിന് അങ്ങനെ വലുതായിട്ടൊന്നും മറ്റു മണ്ഡലങ്ങളിലേക്ക് ശ്രദ്ധിക്കാനേ പറ്റിയ 139 മണ്ഡലങ്ങളിലും KPCC അധ്യക്ഷന് പുറത്തു പോകാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് അദ്ദേഹം തളയ്ക്കപ്പെട്ടു. അവിടെ അതിശക്തമായ മത്സരമാണ്. നമ്മൾ അത് പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞിട്ട് തീ പാറുന്ന പോരാട്ടമായി. ഇതേപോലെ തന്നെ ഒരു അവസ്ഥയാണ് ഇപ്പൊ മമത അവിടെ നേരിടുന്നത്. ഒന്നുകിൽ രക്ഷപ്പെടുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് അവരുടേത്. കാരണം
ഇത്തവണ ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർക്കുകയാണ്. BJP അതിന്റെ എല്ലാ സന്നാഹവും സർവ്വ സന്നാഹങ്ങളും ഉപയോഗിച്ചിട്ടാണ് അവിടെ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. മണ്ഡലത്തിൽ മത്സരിക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്തും അങ്ങനെ തന്നെയാണ്. പ്രധാനമന്ത്രി രണ്ട് റാലികളിൽ പ്രസംഗിച്ചു കഴിഞ്ഞു. അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പറഞ്ഞില്ലേ, ആ വനിതാ സംവരണ ബില്ലും അതുപോലെ മണ്ഡല പുനർനിർണയ ബില്ലുകളും പിന്നെ പരാജയപ്പെട്ടതിനെ തുടർന്ന്, പരാജയപ്പെട്ടതോ അല്ലെങ്കിൽ പരാജയപ്പെടുത്തിയതോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അന്ന് രാത്രി 8:30 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ ഏതാണ്ട് ഒരു കണ്ണീരണിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അല്ലെ. വനിതകളോട്, ഈ രാജ്യത്തെ സ്ത്രീകളോട് ഞാനിതാ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ട് കൈയും എടുത്ത് തൊഴുതിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. TMCയുടെ പേരെടുത്ത് പറഞ്ഞിരുന്നു, തൃണമൂൽ കോൺഗ്രസിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി വിമർശിച്ചത്. ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണ്, എന്നിട്ട് ഞാൻ വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്താൻ 33% സംവരണം ഏർപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ആ നിയമം ഇതാ അട്ടിമറിക്കുന്നതിന് ഇവരുടെ ഇന്ത്യ മുന്നണി കൂട്ടുനിന്നു. കോൺഗ്രസ് അടക്കമുള്ളവരും നിന്നപ്പോൾ അവരോടൊപ്പം മമതയും ചേർന്നു എന്നാണ് പറഞ്ഞത്. മമതയും അവരോടൊപ്പം തന്നെ ചേർന്നിട്ട് ആ ബില്ലിനെ പരാജയപ്പെടുത്തി. ഒരു വനിതയ്ക്ക് പോലും അതിനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം മമതാ ബാനർജി കാണിച്ചു പറയുന്നത്. എന്നിട്ട് അതിന്റെ മെറിറ്റിനെ കുറിച്ചൊക്കെയാണ് പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസിനെയൊക്കെ അദ്ദേഹം കുറ്റപ്പെടുന്നുണ്ട്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കോൺഗ്രസിന്റെ കുടുംബത്തിൽ നിന്ന്, കോൺഗ്രസിന്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടുംബാധിപത്യമാണ് ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം നെഹ്റു കുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രം ആ പാർട്ടിയിൽ മുന്നോട്ട് വന്നാൽ മതി എന്നാണ് അവരുടെ നിലപാടെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രധാന വിമർശനം. അത് പലരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, സോണിയാഗാന്ധിയെ, ഈവൻ പ്രിയങ്ക ഗാന്ധിയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ വിമർശനം വന്നത്. കോൺഗ്രസ്സുകാരങ്ങനെ ചെയ്യട്ടെ. അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, മുലായം സിംഗിന്റെ പാർട്ടിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ, ഇനിയിപ്പോ കുടുംബത്തിൽ ആരൊക്കെ വരില്ല. അപ്പൊ UP രാഷ്ട്രീയത്തിൽ അവർ അത് ചെയ്തോട്ടെ. പക്ഷെ എന്തിനാണ് മമത അത് ചെയ്തത്? മമതാ ബാനർജി അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ശക്തമായ ആരോപണമാണ് കേട്ടോ. നാരി ശക്തിയാണ് പ്രധാനമന്ത്രിയുടെ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതല്ല. ആ ബില്ല് പരാജയപ്പെട്ടതിനെ തുടർന്നുള്ള വളരെ വൈകാരികമായ ഒരു പ്രസംഗമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ പൊതുവായിട്ടുള്ള ദൂരദർശനെയും ഒക്കെ അങ്ങനെ പൊതുവായിട്ട് രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം, BJP സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഇനി അമിത്ഷാ വരുന്നുണ്ട്. അമിത്ഷായും അവിടെ കേന്ദ്രീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേരത്തെ തന്നെയുള്ള പ്രഖ്യാപിത ലക്ഷ്യമാണ് മമതയെ അവിടെ നിന്ന് ഒഴിവാക്കിക്കും. ഇനിയും മമതയുടെ ഭരണം ഞങ്ങൾ ബംഗാളിൽ അനുവദിക്കത്തില്ല. എന്ത് വില കൊടുത്തും ആ ബംഗാള് അതിന് SIR ഒക്കെ ഉള്ള പരിഷ്കരണങ്ങൾ വരുന്നത്. വോട്ടർ പട്ടികയുടെ പരിഷ്കരണം നമ്മൾ കണ്ടില്ലേ. വോട്ടർ പട്ടിക പരിഷ്കരിച്ചു കഴിഞ്ഞപ്പോ എന്താണ് സംഭവിച്ചത്? ഇവിടെ 90 ലക്ഷം ആളുകളെ കാണാനില്ല. ബംഗാള് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. 90 ലക്ഷം ആളുകൾ വോട്ടർ പട്ടികയിൽ ഇല്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പ്, 26 തെരഞ്ഞെടുപ്പിൽ അത്രയും ആളുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവരൊക്കെ എങ്ങോട്ട് പോയവരാണ്? അപ്പൊ നമുക്ക് വളരെ ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ചിലരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, ചില വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പ് വന്നിട്ടുണ്ട്, ചിലരൊക്കെ സംസ്ഥാനങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അവരാരും തിരിച്ചു വരുന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് സമയത്ത്. അതായത് കമ്മീഷൻ പറഞ്ഞ രേഖകൾ കൊടുക്കാത്ത ആളുകളാണ്. വലിയൊരു കണക്കാണ്. പക്ഷെ ഇന്ന് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ഫിഗറിനകത്ത് 7.5 ലക്ഷം, 10 ലക്ഷത്തിന് താഴെ ആളുകളെ കൂടെ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു എന്ന് പറയും, വോട്ട് ചെയ്യാൻ അനുവദിച്ചു. എന്നാൽ പോലും 80 ലക്ഷം പേര് പുറത്താണ്. ഒരു സംസ്ഥാനത്ത് 80 ലക്ഷം ആളുകൾ പുറത്താകുക എന്ന് പറഞ്ഞാല് ആ പല മണ്ഡലങ്ങളെ, അസംബ്ലി മണ്ഡലങ്ങളെ സ്വാധീനിക്കത്തില്ലേ? വലിയ സ്വാധീനം ഉണ്ടാകും. ഇവര് പറയുന്നത് പോലെയുള്ള സ്വാധീനം മമതാ ബാനർജിക്ക് ഉണ്ടാക്കുമോ? അങ്ങനെയാണല്ലോ BJPയുടെ ആരോപണം. അങ്ങനെയാണ്. മുസാഫർപൂർ പോലെയുള്ള ബോർഡർ ജില്ലകളിൽ അവ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ജില്ലയാണ്. അവരുടെ പ്രധാനപ്പെട്ട പോക്കറ്റ്സുകളാണ് ഈ സംസ്ഥാനങ്ങളിലാണ്. അവിടുത്തെ ബംഗ്ലാദേശികൾ കണ്ടമാനം കുടിയേറിയിരിക്കുകയാണ്. നമുക്കറിയാം, മുസാഫർപൂറിന്റെ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ കണ്ടില്ലേ, ഒരു ഘോഷയാത്ര, ഒരു ഹിന്ദു ഘോഷയാത്ര പോകുന്ന സമയത്ത് എന്താണ് പ്രത്യേകിച്ച് ഒരു കാരണം എന്ന് വെച്ചാൽ അറിയത്തില്ല, പെട്ടെന്ന് ഏത് സമയത്തും അക്രമവും കൊള്ളപ്പും ഒക്കെ അങ്ങ് പുറപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ജനസംഖ്യ നല്ല ശതമാനം ബംഗ്ലാദേശികളാണെന്നാണ് പറയുന്നത്. അപ്പൊ അവരെ ഈ പറയുന്ന വോട്ടർ പട്ടികയുടെ പരിഷ്കരണം വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ നല്ല ശതമാനവും പുറത്തായിരിക്കുകയാണ്. ആളുകളെ ഒന്നും കാണുന്നില്ല. ഇവരെല്ലാം, കാരണം വോട്ടവകാശമില്ല. നമ്മുടെ ആധാറുമായിട്ട് വെരിഫൈ ചെയ്യുമ്പോഴേ ഇവർക്കാർക്ക് വോട്ടവകാശമില്ല. അതാണ് അവസ്ഥ. ഇപ്പൊ വളരെ എളുപ്പമാണല്ലോ. ഇപ്പൊ മുസാഫർപൂരിൽ ആ നദി കടന്നു വരുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. BSF ഒക്കെ അവിടെ കാവലുണ്ട്. അവരുടെ ചെക്ക് പോസ്റ്റ് അല്ലാതെ അതിർത്തി വേലികളില്ലാത്ത സ്ഥലങ്ങളാണ് ഇവിടെ. അതിർത്തി വേലികളില്ല, സുഖമായിട്ട് കടന്നു വരാം. ബംഗ്ലാദേശികൾ സുഖമായിട്ട് കടന്നു വരാം. അപ്പൊ അങ്ങനെ ഒരു ക്ലീൻ വോട്ടർ പട്ടികയില് 80 ലക്ഷത്തിന്റെ ആളുകൾ നഷ്ടപ്പെട്ട ഒരു വോട്ടർ പട്ടികയിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇപ്രാവശ്യം അവിടെ നടക്കും. അങ്ങനെ വരുമ്പോൾ BJP തീർച്ചയായിട്ടും അധികാരത്തിൽ വരും. മമതയുടെ ഭരണം ഇപ്രാവശ്യം അവസാനിക്കും, അല്ലെ അവസാനിപ്പിക്കും എന്നുള്ളത് ഉറച്ച ഒരു നിശ്ചയദാർഢ്യത്തിലാണ് അവർ ഇപ്രാവശ്യം അവിടുത്തെ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേപോലെ തന്നെ ഈ ഭവാനിപ്പൂരിന്റെ മണ്ഡലത്തിന്റെ പ്രത്യേകത ശ്രദ്ധിക്കുക.
2 ലക്ഷത്തിൽ പല വോട്ടർമാരാണ് അവിടെ ഉള്ളത്. 2 ലക്ഷത്തിൽ പല വോട്ടർമാരെയാണ് ആ അസംബ്ലി മണ്ഡലങ്ങളിൽ ഉള്ളത്. അവിടുത്തെ പുതിയ കണക്ക് കണ്ടില്ലേ? അവിടുത്തെ പുതിയ കണക്ക് SIR കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ വോട്ടർമാരിൽ 50,000 പേരെ കാണാനില്ല. ആലോചിച്ച് നോക്കി. ഒരു അസംബ്ലി മണ്ഡലത്തിൽ 2 ലക്ഷം വോട്ടർമാരുള്ള അസംബ്ലി മണ്ഡലത്തില് 4% വോട്ടർമാരെ കാണാനില്ല. അവർക്ക് വോട്ടവകാശം ഇല്ല അവിടെ. മമതയുടെയൊക്കെ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടില്ലേ? അതിലൊക്കെ പിന്നെ ഏതാണ്ട് ഒരു 12-13% മാർജിനിലൊക്കെയാണ് അവർ അവിടെ നിന്ന് ജയിച്ചു കയറിയത്. അപ്പൊ സുവേന്ദു അധികാരിയെ പോലെയുള്ള ഒരാളവിടെ മത്സരിക്കുകയും അതിശക്തനായ ഒരു എതിരാളി തൊട്ട് പുറകിൽ വന്ന സ്ഥിതിക്കും അതേപോലെ തന്നെ 50,000-ലധികം വോട്ടർമാരെ കാണാതാവുകയും, അതായത് മണ്ഡലത്തിലെ 4-ലധികം വോട്ടർമാരൊക്കെ ഇപ്രാവശ്യം വോട്ടവകാശം വിനിയോഗിക്കാനുള്ള അവകാശം ഇല്ലാതെ വരികയും ചെയ്തൊരു സാഹചര്യത്തില് എങ്ങനെയാകും അതിന്റെ റിസൾട്ട് പോകുന്നതിനെ കുറിച്ച് ഒന്നും പറയാനൊക്കത്തില്ല. ഒന്നും പറയാൻ. ഒരു പക്ഷെങ്കിൽ കൃത്യമായ വോട്ടർമാരായിരിക്കും അവിടെ വന്നിരിക്കുന്നത്. അവരായിരിക്കും ആ 1 ലക്ഷം വോട്ടർമാരായിരിക്കും ഇപ്രാവശ്യത്തെ അവിടുത്തെ നോമിനി, അവരുടെ പിന്നെ വിജയിയെ, അവരുടെ പ്രതിനിധിയെ തീരുമാനിക്കുന്നത്. അപ്പൊ സുവേന്ദു അധികാരിയെ തൊട്ട് വന്നതുകൊണ്ട് മമതയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ ക്ഷീണം ഇത് തന്നെയാണ്. അവർക്ക് പശ്ചിമ ബംഗാളിന്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കാര്യമായ പ്രചരണത്തിന് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു. ദേശീയ നേതാക്കന്മാരെല്ലാവരും, പ്രധാനമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരെല്ലാം ബംഗാളിൽ വർക്ക് ചെയ്യുന്നു. ഒരു ത്രികോണ, ഒരു ട്രയാങ്കുലർ നമ്മൾ പറയത്തില്ലേ, ഒരു പത്മവ്യൂഹത്തിനകത്ത് ചെന്ന് പെട്ടിരിക്കുകയാണ് മമതാ ബാനർജി. 2-1 ഇത് ഈ തെരഞ്ഞെടുപ്പിനറിയാം. 23-നും 29-നും 2 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഒന്നുകിൽ ബംഗാളിൽ സർവാധികാരത്തോടുകൂടി മമതയുടെ ഭരണം വരും, ഇല്ലെങ്കിൽ അവരുടെ ഭരണത്തിന്റെ അടിവേരിളകുകയാണ്. അത് ഭവാനിപ്പൂര് തന്നെ ആയിരിക്കും അതിന്റെ ഒരു മോഡലായിട്ട് മാറാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, എന്തായാലും സാറി സൂചിപ്പിച്ചതുപോലെ മമതാ ബാനർജി ഭവാനിപ്പൂരിൽ തന്നെ അവരെ തളച്ചിട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. സുവേന്ദു അധികാരി പിന്നാലെ തന്നെയുണ്ട്. ഭവാനിപ്പൂരിൽ നിന്ന് സുവേന്ദു അധികാരി കൂടി വോട്ട് തേടുമ്പോൾ മമതാ ബാനർജിക്ക് അത് അതീവ നിർണായകമാണ്. ഏത് നിലയിലായിരിക്കാം ബംഗാളിൽ ഒരു യഥാർത്ഥ രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ ചിത്രം ഈ നിലയിൽ തെളിഞ്ഞു വന്നത് എന്നത് കൃത്യമായും സുവേന്ദു അധികാരിയെ പോലെയുള്ളവരുടെ ഒരു ഇടപെടലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വ്യക്തമായ പ്ലാനോടുകൂടി മമതാ ബാനർജിക്കെതിരെ അവർ പോരാടുന്നു, അല്ലെങ്കിൽ ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്ന് വേണം കരുതാൻ. വനിതാ സംവരണ ബില്ലിനെ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ പോയതും മമതാ ബാനർജിക്ക് ഒരുപക്ഷെ വലിയ തിരിച്ചടിയാവാനുള്ള ഒരു സാധ്യതയുണ്ട്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.